ഇടുക്കിയിലെ കൊട്ടിക്കലാശത്തിൻ്റെ വിവരങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ആൽവിൻ, എന്താണ് ഇടുക്കിയിലെ ഒരു സാധ്യത ഈ ഘട്ടത്തിൽ? വിനേഷ്, ഇടുക്കി മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ ഗാന്ധി സ്ക്വയറിനടുത്താണ് നമ്മളുള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളും ഒക്കെയായി ഇവിടെ തമ്പടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ നമ്മളിപ്പോൾ കാണുന്നത്. ജോയ്സ് ജോർജിന്റെ പ്രവർത്തകരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. LDFന്റെ പ്രവർത്തകർ, CPMന്റെ പ്രവർത്തകർ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു വശത്തായി ഗാന്ധി സ്ക്വയറിന് ഒരു വശത്തായി LDF പ്രവർത്തകരും ഒപ്പം തന്നെ മറുവശത്തായി UDFന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ലീഗിന്റെയും അടങ്ങുന്ന പ്രവർത്തകർ ഒന്നിച്ചു ചേരും. ഓരോ സമയം നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കനത്ത സുരക്ഷയാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. വലിയ തോതിൽ പോലീസിന്റെ ഒരു സന്നാഹമുണ്ട്. അല്പസമയത്തിനകം ഡീൻ കുര്യാക്കോസ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരും. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് LDFന്റെ പ്രവർത്തകരാണ്. LDF പ്രവർത്തകരുടെ ആവേശം നമുക്ക് ഈ കാഴ്ചകളിൽ തന്നെ വളരെ വ്യക്തമാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ അടക്കമുള്ളവർ തൊടുപുഴയിൽ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. കലാശക്കൊട്ട് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. വരുന്ന ഏതാനും നിമിഷങ്ങൾക്കകം UDFന്റെ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഈ പ്രദേശത്തേക്ക് വരും. നമുക്ക് ഇപ്പോൾ കാണാവുന്നത് പോലെ തന്നെ ഒരു പ്രദേശത്ത് UDFന്റെ പ്രവർത്തകരും മറുവശത്ത് LDFന്റെ പ്രവർത്തകരുമാണ് ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. മറ്റൊരു ഇടത്താണ് NDAയുടെ സ്ഥാനം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് പോലീസ്. NDAയുടെ സ്ഥാനം മറ്റൊരു സ്ഥലത്തായി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ UDFന്റെ പ്രവർത്തകരും ഈ ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരുടെ ശക്തി പ്രകടനം അവസാന മണിക്കൂറുകളിലും അവസാന മിനിറ്റിലും വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ട കാഴ്ചകളാണ് ഈ മുന്നണികളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഈ തൊടുപുഴയുടെ നഗരഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDFന്റെയും കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം ലീഗിന്റെ പ്രവർത്തകരുമാണ് UDFന്റെ ഭാഗത്തായി ഇപ്പോൾ നിലവിലുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം UDFന്റെ സ്ഥാനാർത്ഥി കൂടിയായ ഡീൻ കുര്യാക്കോസ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒരു വശത്തായി LDFന്റെ ജോയ്സ് ജോർജിന് വേണ്ടിയുള്ള പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുമ്പോൾ മറുവശത്തായി UDFന്റെ പ്രവർത്തകർ അവരുടെ ആവേശം വാനോളം വാരി വിതറുന്ന ഒരു കാഴ്ചയാണ് നമുക്കുള്ളത്. ഒരു വശത്ത് BJP പ്രവർത്തകർക്കും സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ അടക്കമുള്ളവർക്ക് മറുവശത്തുമാണ് ഒരുക്കിയിരിക്കുന്നത്. തൊടുപുഴ നഗരം ഏതാണ്ട് നിശ്ചലമായ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ ആവേശമാണ്. മുഴുവൻ മുന്നണികളുടെയും പ്രവർത്തനങ്ങൾ അവരുടെ അവസാന നിമിഷം അവരുടെ ഓരോ വോട്ടുകളും ഉറപ്പിക്കുന്നതിന് അവരുടെ ശക്തി പ്രകടനം അവരുടെ ആവേശം കാണിച്ചുകൊണ്ടാണ് അവർ ഈ തൊടുപുഴ നഗരസഭയുടെ തൊട്ടടുത്തുള്ള ഇടുക്കിയിലെ ആവേശമാണ് ആൽവിൻ തോമസ് പങ്കുവച്ചത്. അവസാന വാക്കിലൂടെ പോലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ മുന്നണികൾ. ഏറ്റവും ആവേശം നിറഞ്ഞ കാഴ്ചകളാണ് ഇടുക്കിയിൽ നിന്ന് നമ്മൾ കാണുന്നത്.